അത്രമേലിഷ്ടമായിരുന്നു ആതിരാക്കാറ്റിൻ്റെ കുളിരു പോലെന്നിൽ ചേർന്നിരുന്നവനായിരുന്നു. എൻ്റെ ജീവൻ്റെ തിരുനാളമായിരുന്നു. അത്രമേലിഷ്ടമായിരുന്നു. 18-ാം വയസ്സിൽ കല്യാണം കഴിഞ്ഞു. അതുവരെ ദാരിദ്ര്യമായിരുന്നു. പിന്നെ ഞാൻ ശീലായി എന്ന് പറഞ്ഞ പോലെയായി. കല്യാണം കഴിഞ്ഞപ്പോൾ 3 മക്കളായി. 6 മാസം മൂന്നാമത്തെ കുട്ടൻ 6 മാസം ഗർഭിണിയാകുമ്പോഴാണ് ഭർത്താവ് ഒരു കച്ചവടത്തിൽ പൊട്ടിയിട്ട് നാട് വിട്ട് പോണത്. 32 കൊല്ലമായി ഇതുവരെയും ആള് വന്നിട്ടില്ല. അപ്പോൾ ഞാനെന്നുള്ളത് മലപ്പുറം ജില്ലയിലെ കരുളായി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. ഇന്ന് നമ്മളെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് ഒരു ഉമ്മയെയും ഒരു മകളെയാണ് കേട്ടോ. കാരണം അവരുടെ പ്രത്യേകത പറയുന്നത് ഒരുപാട് കഴിവുണ്ടായിട്ടും പുറലോകത്തേക്ക് എത്തിപ്പെടാത്ത 2 പേര്. അതായത് 2 പേർക്കും നല്ല കഴിവുണ്ട്. ഒരാൾ നല്ലപോലെ പാട്ട് പാടും, ഒരാൾ അസാധ്യമായ എഴുത്തുകാരും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഏതൊക്കെ രീതിയിൽ എഴുതുന്നു, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാക്കാം. അത് മാത്രമല്ല, ഒരു പക്ഷേ ഈ കരുളായി ഭാഗത്ത് എല്ലാവർക്കും ഇവരെ അറിയും, പക്ഷേ പുറം ലോകമായിട്ട് ഒരു ബന്ധമില്ല. ഒരു പക്ഷേ നിങ്ങൾ ഇവരുടെ നോവലൊക്കെ വായിച്ചിട്ടുണ്ടാവും, പക്ഷേ ആളാരാ നിങ്ങൾക്കും അറിയണമെങ്കിൽ ഈ വീഡിയോ കാണണം. കാരണം അങ്ങനത്തെ അസാധ്യ കഴിവുള്ളൊരു കലാകാരിയും കൂടിയാണ്. അപ്പോൾ ഞാൻ ആ നോവൽ കണ്ടപ്പോൾ തന്നെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയണം നിങ്ങൾക്ക് തോന്നി. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നമ്മൾ എല്ലാം സംസാരിക്കാം കേട്ടോ. വീഡിയോ ലൈക്ക് അടിച്ച് തന്നെ കാണാം. ഞാൻ ആളെ ജസ്റ്റ് പരിചയപ്പെടുത്തി തരാം. ഞാൻ പറഞ്ഞു കരുളായി എന്ന സ്ഥലത്താണ് ഞാനുള്ളത്. കരുളായി മൈലമ്പാറ അല്ലേ എന്ന സ്ഥലത്താണ്. അപ്പോൾ ഇതാണ് ഇത്ര നേരം പറഞ്ഞ ആള് സൗജത്തിത്ത. അസ്സലാമു അലൈക്കും. എന്തൊക്കെ വിശേഷം? വലിയ നോവലിസ്റ്റ് ആണ് അല്ലേ? ചെറുതായിട്ട് എഴുതുന്ന എന്താ പറയുക എഴുതുന്ന ആളാണ്. ചെറുതായിട്ട് പറയുമ്പോൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ നമുക്ക് കവിതയ്ക്ക് പോകാം അല്ലേ? കവിത എന്ന് പറയുമ്പോൾ ഫസ്റ്റത്തെ കവിത തന്നെ ഭയങ്കര വൈറലായി അല്ലേ? അത് ഇൻസ്റ്റാഗ്രാമിലാണ് നമ്മൾ ആദ്യം പാടിയിട്ടത്. പക്ഷേ ഏകദേശം ആ ഒരു എന്താ പറയുക ഒരുപാട് പേരെ കവിത കണ്ടിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ഈ ഒരു ഫേസ് ആരും കണ്ടിട്ടുണ്ടാവുമോ? ഇല്ല. അതിൻ്റെ കാരണം എന്താ? ഫേസ് കാണാന്ന് പറഞ്ഞാൽ അത് പാടിയത് വേറൊരു കുട്ടിയാണല്ലോ. അപ്പോൾ കവിതകൾ എഴുതാറുണ്ട്. അപ്പൊ ഈ 2 കവിതകൾ എഴുതി. ഒരു ആവശ്യപ്രകാരം ഒരാളുടെ ആവശ്യപ്രകാരമാണ് എഴുതിയത്. അപ്പോൾ ഇതാണ് ബെറ്റർ ആയിട്ട് തോന്നിയത്. അപ്പോൾ ഇതിനൊരു സംഗീതം ഞാൻ തന്നെ കൊടുത്തു. ഓക്കെ. അങ്ങനെ അപ്പൊ അത് സകല കലാ പല്ലവി എന്ന് പറയാം അല്ലേ? സംഗീതമായിരിക്കും ആളുകൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുക. ആ കവിതയെക്കാൾ ഒരു പക്ഷെ ആ സംഗീതം ജീവനുള്ളത് പോലെ എന്നാണ് എല്ലാവരും. ഓക്കെ, അത് കേട്ടപ്പോൾ നമുക്കും തോന്നി. എന്തായാലും ആ കവിതയുടെ ചെറിയൊരു ക്ലിപ്പ് ഞാൻ താഴെ കൊടുക്കട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് പരിചയപ്പെടാം. അപ്പോൾ ഇതാരൊക്കെയാണ്? മോള് പേര് ജസ്ന, സിംഗറാണ്. ഒക്കെ ചെറുതായിട്ടാണ്. ഇവിടെ പേര് ഇവരുടെ മോള് അല്ലേ? പാടുവോ? ഇല്ല. അപ്പോൾ നമ്മളെ ചാനൽ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിവുണ്ടായിട്ടും അറിയപ്പെടാത്ത ആളുകളെ തേടിപ്പിടിക്കുന്ന ഒരു യാത്ര അല്ലേ? അങ്ങനെയാണല്ലോ നമ്മൾ ഇവരെ കണ്ടെത്തുന്നത്. അവരെ കണ്ടെത്താൻ വേണ്ടി നമ്മൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്, കുറച്ച് ആൾക്കാരൊക്കെ സഹായിച്ചിട്ടുണ്ട്. അവരൊക്കെ നമ്മൾ വീഡിയോയിൽ നമുക്ക് കൊണ്ടുവരാൻ കഴിയില്ലല്ലേ? അവരൊക്കെ നമുക്ക് വീഡിയോയിൽ മനസ്സിലാക്കാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് ഇവരുടെ കഴിവെന്താണെന്നും അതുപോലെ മകളുടെ കഴിവെന്താണെന്നൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ കാണാം. നല്ല പാട്ട് പാടുന്ന ആളല്ലേ? ഉമ്മാൻ്റെ കവിത നമുക്ക് ഈ വീഡിയോയിൽ എന്താ പറയുക അവരുടെ നാവുകൊണ്ട് തന്നെ ചൊല്ലിക്കേൾക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഈ ഒരു കുടുംബം എന്ന് പറയുന്നത് എന്താ പറയുക നിങ്ങൾ അറിയാൻ ഏറ്റവും കൂടുതൽ അവകാശപ്പെട്ട ആൾക്കാരനാണ് കേട്ടോ. കാരണം ഇവരുടെ കഴിവുകൾ അങ്ങനെയാണ്. ഏകദേശം 20 വർഷമായിട്ട് ഒരു കഴിവിനെ ഇങ്ങനെ എന്താ പറയുക ഒരു വീട്ടിൽ വെച്ചിങ്ങനെ നിൽക്കുകയാണ് ഒരാൾ. മറ്റൊരാൾ കഴിവുണ്ടായിട്ടും എന്താ പറയുക ഒരുപാട് സ്റ്റേജും കാര്യമൊന്നും കിട്ടാത്തതിൻ്റെ പേരിൽ അങ്ങനെ ഈ നാട്ടിൽ മാത്രം അറിയപ്പെട്ട് നിൽക്കുക. എന്തായാലും അത് നമുക്ക് ഉമ്മ എഴുതിയ കവിത മകളുടെ നാവ് കൊണ്ട് ഒന്ന് കേട്ടു വെക്കാം. കാരണം അതാണ് ഇതിൽ ഏറ്റവും ഒരു ബെറ്ററായിട്ട് സംഭവം എന്ന് പറയുന്നത്. എന്തായാലും ആ കവിത നമുക്ക് ആദ്യം പാടി വെക്കാം അല്ലേ? ഉമ്മ എഴുതിയ കവിത ആദ്യം തന്നെ മകളെ നാവ് കൊണ്ട് കേൾക്കാം എന്നല്ലേ ഏതൊരു ഉമ്മാക്കും താല്പര്യം ഉണ്ടാവുക. അങ്ങനെ ഒരു താല്പര്യം നിങ്ങൾക്ക് തോന്നിയില്ലേ? തോന്നി. ഇത് ഇങ്ങനൊരു അറിയപ്പെടുന്നോ അങ്ങനെ വിചാരിച്ചില്ല. പിന്നെ അതൊരു നല്ലൊരു കുട്ടിയായിരുന്നു പാടിയത്. അത് പാടുന്നൊരു കുട്ടിയാണല്ലോ, സിംഗറെ കൊണ്ടാണ് നമ്മൾ പാടിപ്പിച്ചല്ലേ? എന്തായാലും ആ ഒരു എന്താ പറയുക 4 പേര് കവിത നമുക്ക് ഇവിടെ അല്ലേ ഇവിടുത്തെ പാട്ടുകാരുടെ നാവുകൊണ്ട് കേട്ടു വെക്കാം. ഓക്കെ. അത്രമേലിഷ്ടമായിരുന്നു ആതിരാക്കാറ്റിൻ്റെ കുളിരു പോലെന്നിൽ ചേർന്നിരുന്നവനായിരുന്നു. എൻ്റെ ജീവൻ്റെ തിരുനാളമായിരുന്നു. അത്രമേലിഷ്ടമായിരുന്നു ആതിരാക്കാറ്റിൻ്റെ കുളിരു പോലെന്നിൽ ചേർന്നിരുന്നവനായിരുന്നു. എൻ്റെ ജീവൻ്റെ തിരുനാളമായിരുന്നു. എന്താ കൈയടിക്കാത്ത ഇത്ര നല്ല ഉഷാറായിട്ട് പാടി? അപ്പോൾ ഈ ഒരു കവിത ജനിക്കാനുള്ള കാരണം അതെന്താണ്?
കവിത ജനിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ സ്പർശം നോവൽ വായിച്ചൊരു പെൺകുട്ടി ഇന്നിടക്ക് വിളിക്കാറുണ്ടായിരുന്നു. അപ്പോൾ സ്പർശ നോവൽ വായിക്കാൻ പറയുമ്പോൾ ആദ്യം സ്പർശത്തിൽ തുടങ്ങണം. അതെ, അങ്ങനെ ആ പെൺകുട്ടി ഒരു കഥ പറഞ്ഞു എന്നോട്. കുറച്ച് രോഗിയാണ്, ഒരു ക്യാൻസർ പേഷ്യൻ്റാണ്. ഒരു കഥ പറഞ്ഞു, ഒരു പ്രണയനഷ്ടത്തിൻ്റെ കഥ. അപ്പം അങ്ങനെ ആ ഒരു സങ്കടം കേട്ടു, അങ്ങനെ എഴുതി നോക്കിയതാണ്. 2 പാട്ടാണെന്ന് ഞാൻ എഴുതിയത്. അപ്പം എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടത് ഇതാണ്. അപ്പോൾ കവിതയായിട്ടാണ് എഴുതിയത്. അപ്പോൾ സംഗീതം ഞാൻ തന്നെ കൊടുത്തു. അങ്ങനെ ഇപ്പോൾ അറിയുന്നൊരു കുട്ടി ഉണ്ടായിരുന്നു, രജനി എന്ന് പറയും. അപ്പോൾ ഓള് കേട്ടപ്പോൾ പറഞ്ഞു, എൻ്റെ ഏട്ടനൊക്കെ ഇങ്ങനെ പാടുന്ന ആൾക്കാരാണ്, അപ്പം അങ്ങനെ നമുക്കൊന്ന് റെക്കോർഡ് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു. എഴുതുമ്പോൾ ആ വരികളോട് എനിക്ക് തന്നെ സങ്കടവും, ആ ഒരു കുട്ടീൻ്റെ റിയലാണല്ലോ അത്, ഒരു നല്ലൊരു സംഭവിച്ച കഥയാണല്ലോ അവളുടെ. അപ്പം അങ്ങനെ എഴുതി വന്നതാണ്. അതിന് സംഗീതം കൊടുക്കാനും പറ്റി. തന്നെയല്ല, ഞാൻ കവിതകൾ എഴുതാറുണ്ട്. എൻ്റെ കവിതകൾക്ക് ഞാൻ തന്നെ സംഗീതം കൊടുത്ത് ഞാൻ തന്നെ അത് വെറുതെ പാടി നോക്കാറുണ്ട്. അങ്ങനെ അപ്പോൾ ഇത് ഇത്രയും നന്നാവും ഞാൻ വിചാരിച്ചില്ല. ഇത് കണ്ടോ, അതായത് ഒന്ന് കാവൽ, മറ്റൊന്ന് സ്പർശം. ഏകദേശം 2ൻ്റെയും 1000 കോപ്പി വിറ്റ് പോയിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം കേട്ടോ. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു പുസ്തകം വായിച്ചാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് വായിച്ചാൽ വീണ്ടും അത് വായിക്കുന്നുണ്ട് എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത്, സിനിമാക്കാരെങ്കിലും ഈ ഒരു പുസ്തകം കണ്ടിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു നോവൽ കണ്ടിരുന്നെങ്കിൽ എന്നേ ഇത് സിനിമയായിട്ട് വന്നിട്ടുണ്ട്. കാരണം ഇതിലെ എന്താ പറയുക, ആ ഒരു കാമ്പ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രമേയം എന്ന് പറഞ്ഞാൽ അങ്ങനെ അത്രയും ഉള്ളിലേക്ക് തളച്ചു കയറുന്ന സംഭവമാണ്. മസ്ജിദുൽ ഹറമിൻ്റെ പടിവാതിലിൽ ഞാൻ ഒരു ദിവസം പോകും, എൻ്റെ മലിക്കുൽ ജബ്ബാറിൻ്റെ തിരുമുമ്പിലൊരിക്കൽ വീണു നമസ്കരിക്കും ഞാൻ, കേണുതുവായിരക്കും. മസ്ജിദുൽ ഹറമിൻ്റെ പടിവാതിലിൽ ഞാൻ ഒരു ദിവസം പോകും. നമ്മൾ സാധാ ഒരു എന്താ പറയുക, ഒരു ഇസ്ലാമിക് കുടുംബമാണ് നമ്മൾ. അതിൽ നിന്നൊരു കവി അല്ലെങ്കിൽ ഒരു മറ്റേ എഴുത്തുകാർ ജനിക്കുകയാണ്. അത് സാധാരണ ഒരു സപ്പോർട്ടോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലത്ത് നിന്ന്. നമ്മൾ കേരളായിയാണ്. അന്ന് നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾ 20 വർഷം മുമ്പായിരിക്കും ഇത് എഴുതിയിട്ടുണ്ടാവുക അല്ലേ. 20 വർഷം മുമ്പ് ഈ നാട് എങ്ങനെയായിരുന്നു എന്നുള്ള വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് പലർക്കും ഊഹിക്കാൻ പോലും പറ്റുന്നില്ല. കാരണം അത്രയും കാട് പിടിച്ച് നിൽക്കുന്ന ഒരു കാലഘട്ടം. അതുപോലെ തന്നെ നമുക്ക് സാങ്കേതികമായിട്ട് ഒരു ഇതും ഇല്ലാത്ത സമയത്താണ് ഇത് എഴുതിയിട്ടുള്ളത്. അങ്ങനെ എഴുതിയ സംഭവമാണ്. 1000 കോപ്പികൾ തമ്മിൽ വിറ്റ് പോയിട്ടുള്ള അടിപൊളിയൊരു നോവലാണിത്. അപ്പോൾ എന്തായാലും ഈ നോവലിനെ കുറിച്ച് അറിയാനൊക്കെ നമുക്ക് ഡീറ്റെയിൽ ഒക്കെ കൊടുക്കാൻ മുമ്പ് എങ്ങനെയാണ് ഈ സ്പർശം അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ കാവൽ ഇതുണ്ടായത്, എങ്ങനെയാണ് സ്പർശം ഉണ്ടായത്? ഞാനത് വിചാരിച്ച നോവലൊന്നുമല്ല. ഞാൻ പട്ടിണി പ്രാരാബ്ദമുള്ളൊരു കാലമാണ് 20 വർഷം മുമ്പ് എന്നൊക്കെ പറഞ്ഞാൽ. കുട്ടികളന്ന് ചെറുതാണല്ലോ. അപ്പോൾ അന്ന് മസ്കറ്റിൽ പോകേണ്ട ഒരു ജോലി കിട്ടി പോകേണ്ട ഒരു സാഹചര്യം. ഗൾഫിൽ പോയി. അതെ, ഒമാനില് 2005 പോയത്. അപ്പം അങ്ങനെ പോയി അവിടെ ഇരുന്ന് പട്ടിണി പ്രാരാബ്ദം എന്ന് പറഞ്ഞാൽ നാട്ടിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് അവിടെ പോകുന്നത്. കഴിഞ്ഞ സമയത്തല്ല, 3 കുഞ്ഞു കുട്ടികളുണ്ട് പോണത്. അപ്പൊ ആ ഒരു സങ്കടമൊക്കെ ഉണ്ടാവും, പ്രയാസങ്ങളും ഉണ്ടാവും. അവിടെയും നല്ല ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമായിരുന്നു ജീവിതം. അപ്പം അന്ന് അങ്ങനെ അറബി കുട്ടികൾ വലിച്ചെറിയുന്ന പേപ്പറിൽ നിന്ന് തന്നെ പറയാം. നോട്ട് ബുക്കും കാര്യങ്ങളൊക്കെ കീറി വലിച്ചെറിയുമ്പോൾ ഞാനത് നാട്ടിലേക്ക് ഓർക്കും. എൻ്റെ മക്കൾക്ക് നോട്ട് ബുക്കൊന്നും ഉണ്ടായിരുന്നില്ല ശരിക്കും പറയുകയാണെങ്കിൽ. അപ്പം അത് ഓർക്കും. അങ്ങനെ ആ പേജുകളൊക്കെ പെറുക്കി ഞാൻ വെക്കും, ഒരു ആദരവോടെ പെറുക്കി വെക്കും. കുട്ടികൾക്ക് ഇല്ലാത്തത് അവിടെ കാണുമ്പോൾ നശിപ്പിച്ച് കളയണ്ടല്ലോ വിചാരിച്ചെടുത്ത് വെക്കും. അങ്ങനെ വെറുതെ ഡയറി എഴുതാന്ന് വിചാരിച്ചു. പിന്നെ എന്താ ഡയറി എഴുതുക, ഈ കഷ്ടപ്പാട് മാത്രമല്ലേ ഉള്ളൂ ഇന്നും എഴുതാൻ, എന്താ എഴുതാ. അങ്ങനെ എന്തൊക്കെയോ കുത്തിക്കുറിച്ച് തിരിച്ചു പോന്നപ്പോൾ ഞാനത് കൊണ്ടുവന്നു. 2006 നവംബറിലാണ് ഞാൻ തിരിച്ചു വരുന്നത്. അത് ആ പേപ്പറുകൾ കയ്യിൽ പിടിച്ച് ഒരു 300ഓളം പേജ് എഴുതിയിട്ടുണ്ടായിരുന്നു. അത് തിരിച്ചു കൊണ്ടുവന്നു എന്നുള്ളതാണ്. നീണ്ടെഴുതി അങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ 10 കൊല്ലം സൂക്ഷിച്ചു. ഇതെന്താന്ന് എനിക്കും അറിയില്ല. പക്ഷെ അത് വായിക്കാനിട വന്നത് എൻ്റെ ഒരു അനിയത്തിയാണ്, ഇളയമ്മാൻ്റെ മോള്. വെറുതെ ഞാൻ കാണിച്ചു കൊടുത്തു. അവളത് വായിച്ചാകെ സങ്കടത്തിലായി. അപ്പം ഞാനതൊരു വലിയൊരു വായനക്കാരന് പരിചയമുണ്ട്, മനോജ് വെങ്ങോല എന്ന് പറയും. അപ്പം ആൾക്ക് അയച്ചു കൊടുത്തു ഞാനത്. അപ്പം അദ്ദേഹം നല്ല എഴുത്തുകാരനാണ്, എറണാകുളത്തെ പേര് കേട്ട ഒരാളാണ്. അപ്പം പറഞ്ഞു നല്ലൊരു സംഭവമാണല്ലോ ഇത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണത് പുറത്തേക്ക് വരാനുള്ള ഞാൻ വീണ്ടും പറയാണ്, ഈ പുസ്തകം നിങ്ങൾ ഒരിക്കൽ വായിച്ചാൽ വീണ്ടും വായിക്കും. ഇതൊരു സിനിമ ആക്കാനുള്ള എല്ലാ സാധനത്തിലുണ്ട്. ഇങ്ങനെ ഇത്രയും ഒരു കുടുംബം ഉണ്ടായിട്ട് നമ്മൾ അറിയാൻ ഒരുപാട് വൈകി, അല്ലെങ്കിൽ നമ്മൾ കണ്ടുമുട്ടാൻ ഒരുപാട് വൈകിയെന്ന് തോന്നി ഞങ്ങൾക്ക്? പക്ഷെ എനിക്കങ്ങനെ തോന്നി. കാരണം ഇത്രയും കഴിവുണ്ടായിട്ടും നിങ്ങൾ എവിടെ എത്തിയില്ല എന്ന് പറയുമ്പോൾ സങ്കടം ഉണ്ട്. എന്തായാലും നമുക്ക് എന്തായാലും പാട്ടിലൂടെ തുടങ്ങാം അല്ലേ. അമ്പൻ തോഫീക്കിൽ മൂത്തവർ ഹലറമൂത്തുദീത്തവർ ഇമ്മലബാരണഞ്ഞവർ ഇസ്ലാമിൻ തേജസ്സാണ്
കശ്ഫ് കറാമത്തേറ്റി ഹൈറായ ദീനെ പോറ്റിയേ മശഹൂറിൻ ശക്തി പാറ്റിയേ മജ്ദൂബൻ ഹൂറലിയല്ല മമ്പൂറപ്പൂ മക്കാമിലെ മൗലദവിയിലെ വാസിലെ ഇമ്പപ്പൂവായ കൊത്ത് പോലെ സെയ്തലവിറലിയല്ല. മാഷാ അല്ലാ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പാട്ട് പഠിക്കാൻ പോയിട്ടില്ല അല്ലേ? ഒരിക്കലും പറയില്ല കേട്ടോ ആരും പാട്ട് പഠിക്കാൻ പോയിട്ടില്ല എന്നുള്ളത്. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കുന്നു, ഉമ്മാന്റെ ആ ഒരു സംഗതി ഉണ്ടല്ലോ, നിങ്ങളെല്ലാവരും വീട്ടിൽ വിട്ടിട്ടാണ് ഉമ്മ ഇവിടുന്ന് ജോലി ആവശ്യാർത്ഥം കയറിപ്പോയത്. ആ സമയത്താണ് ഈ ഒരു കവിതയും ഈ ഒരു നോവൽ ജനിക്കുന്നത്. അപ്പൊ ഉമ്മാന്റെ മിസ്സിങ് എത്രത്തോളം ഫീൽ ചെയ്തു ജീവിതത്തിൽ? ഒരുപാട് മിസ് ചെയ്തു. ആ സമയത്ത് നിങ്ങൾക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? ഞാൻ 5ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഉമ്മ പോയത്. വല്ലാത്തൊരു അല്ലേ, ഉമ്മാന്റെ സ്നേഹം കിട്ടേണ്ട സമയമാണ് അല്ലേ? അത് പറയാൻ പറ്റുമോ നിങ്ങൾക്ക് ആ മിസ്സിങ് എത്രത്തോളം ഉണ്ടായിരുന്നു? ഭയങ്കര മിസ്സിങ് ആയിരുന്നു. ഒരുപാട് കഷ്ടപ്പെട്ടാണ് വളർത്തിയത്. വല്യമ്മയാണ് പിന്നെ ഇവിടെ നോക്കിയിരുന്ന വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ. ഒരുപാട് കഷ്ടപ്പെട്ടാണ് വളർത്തിയത്. ഓർക്കുമ്പോ വല്ലാത്ത സങ്കടം. 2 വർഷം അവിടെ നിന്നിട്ടുള്ളൂ. അത്ര നിൽക്കാൻ അവിടെ പറ്റുണ്ടായുള്ളൂ. അത്ര ബുദ്ധിമുട്ടായിരുന്നു. ആ സമയത്ത് ഇനിയിപ്പോ മറ്റെന്താ പറയാ, ഉമ്മാനെ കാണാൻ അങ്ങോട്ട് പോണം എന്നൊക്കെ ആ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇടക്കൊക്കെ വിളിക്കും. അന്ന് ഫോണും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ വീട്ടിലൊന്നും. അയൽവാസികളെ വീട്ടിലൊക്കെ വിളിക്കണമെങ്കിൽ തന്നെ അയൽവാസികളെ വീട്ടിലൊക്കെ 1000 രൂപ ഉണ്ടെങ്കിൽ 3 മിനിറ്റാണ് അന്ന് അവിടെ സംസാരിക്കാൻ പറ്റുക അന്നത്തെ കാലത്ത്. ഓക്കെ, ആൾക്കാരെ വീട്ടിലാണ് വിളിക്കുക, ക്യൂ നിൽക്കണം, കാത്തിരിക്കണം. ഒരുപാട് അപ്പൊ അങ്ങനെ ഒരു വിഷമങ്ങൾ ഘട്ടങ്ങളൊക്കെ മുന്നോട്ട് വന്നു അല്ലേ? എപ്പോഴാണ് നമുക്ക് ഈ പാട്ട് പാടാൻ പറ്റുന്ന എന്ന് തോന്നി തുടങ്ങിയത്? ചെറുപ്പത്തിലെ പാടായിരുന്നു. സ്കൂളിലൊക്കെ പഠിച്ചപ്പോഴൊക്കെ അന്നമ്മ പഠിപ്പിക്കും. സബ് ജില്ലക്കൊക്കെ പോകലുണ്ടായിരുന്നു. ഉമ്മനെ പഠിപ്പിക്കലും ഒക്കെ. പിന്നെ ഉമ്മ തിരിച്ചു വന്നു. വന്നതിന് ശേഷം എങ്ങനെയായിരുന്നു നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോയത്? കാരണം പാട്ട് എങ്ങനെ ഉമ്മ പിന്നെ എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നു എങ്ങനെ പറയാൻ പറ്റുമോ? ഇവളൊരു പാട്ടുകാരി ആകണമെന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചിരുന്നത്. ഇവളൊരു പാട്ടുകാരി ആകണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ ഒന്നും ഭാഗ്യം എന്നുള്ള 2 അക്ഷരം അന്നൊന്നും ഞങ്ങളൊപ്പം ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സപ്പോർട്ടിങ്ങിനും ആരും ഉണ്ടാവില്ല. നമ്മളൊരു യാഥാസ്ഥിതിക ദാരിദ്ര്യ കുടുംബമാണ്. അത് മാത്രല്ല, അന്നത്തെ കാലത്ത് ഒരു പെണ്ണ് വന്നാണ്ട് പാടുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു അംഗീകരിക്കാൻ പറ്റാത്തൊരു. എന്നാലും എൻ്റെ മക്കൾക്ക് മദ്രസയിൽ മോന് പാടാനൊക്കെ ഉള്ള പാട്ട് ഞാനാണ് എഴുതി കൊടുത്തിട്ടുള്ളത്. അത് ഉസ്താദും പറയും. പാട്ട് ഇറങ്ങിയതിന് ശേഷം മോൻ്റെ ഉസ്താദ് ഈ പാട്ട് കേട്ടു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ പറഞ്ഞു, ഇതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല, ഞാൻ കുട്ടികളെ പഠിപ്പിക്കുന്ന കാലത്ത് നല്ല വരികൾ ഒരുപാട് തന്നതല്ലേ, മാപ്പിളപ്പാട്ട് ഭക്തിഗാനങ്ങളൊക്കെ ആയിട്ട് ഞാനങ്ങനെ എഴുതാറുണ്ട്. ഞാൻ ഭക്തിഗാനങ്ങൾ എഴുതാൻ എനിക്ക് ഇഷ്ടമാണ്. സ്വന്തം ട്യൂണല്ല, മറ്റുള്ള ട്യൂൺ എടുത്തിട്ടാണല്ലോ നമ്മൾ മാപ്പിളപ്പാട്ടുകൾ കൂടുതൽ എഴുതുന്നത്. അപ്പം അങ്ങനെ കുറേ പാട്ടുകൾ മോന് ആരും കാണാത്തയും കേൾക്കാത്തയും പാട്ടാണ് മോനന്ന് മദ്രസയിൽ പാടിയിട്ടുള്ളത്. എങ്ങനെയാണ് ഇപ്പൊ ഈ രീതിക്ക് എത്തിയെന്നൊക്കെ പറയാൻ പറ്റും? തീർച്ചയായിട്ടും. 18ാം വയസ്സിൽ കല്യാണം കഴിഞ്ഞു. അതുവരെ ദാരിദ്ര്യമായിരുന്നു. പിന്നെ ഞാൻ ശീലായി എന്ന് പറഞ്ഞ പോലെയായി കല്യാണം കഴിഞ്ഞപ്പോൾ. 3 മക്കളായി. 6 മാസം മൂന്നാമത്തെ കുട്ടൻ 6 മാസം ഗർഭിണിയാകുമ്പോഴാണ് ഭർത്താവ് ഒരു കച്ചവടത്തിൽ പൊട്ടിയിട്ട് നാട് വിട്ട് പോണത്. 32 കൊല്ലമായി, ഇതുവരെയും ആള് വന്നിട്ടില്ല. മക്കളെ പഠിപ്പിച്ചു, +2 വരെയൊക്കെ പഠിപ്പിച്ചു. മദ്രസും 10ാം തരം വരെയൊക്കെ പഠിപ്പിച്ചു. 2 ആളെയും നല്ല നിലയിൽ കെട്ടിച്ചു. അന്വേഷിച്ചിട്ട് കാര്യമല്ല, കിട്ടൂല. പിന്നെ എന്താ പറയാ, ആ ഒരു ലൈഫ് പിന്നെ ഇങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞാല് 3 മക്കളല്ലേ നമ്മൾക്ക്. 3 മക്കളാണല്ലോ, ഒരു നമ്മളെ നിധിയാണല്ലോ, നമ്മുടെ സമ്പത്ത്. അതാണ് ഞാൻ അങ്ങനെ വിശ്വസിച്ചു. പിന്നെ പടച്ച റബ്ബ് എന്താണോ തരുന്നത് അത് സ്വീകരിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഈ പാട്ടിന്റെ കാര്യമൊക്കെ അങ്ങനെ തന്നെ. റബ്ബ് അത് സമയമായിട്ടുണ്ടെങ്കിൽ റബ്ബ് അത് തിരിച്ച് നമുക്ക് എത്തിച്ചു തരും.